ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. കുനു കുങ്കുമക്കുയിലായി കുണുകുണുങ്ങി വന്നാട്ടെ, കണ്ണാടിപ്പൂം ചിന്തൂരം കവർന്നെടുത്തോട്ടെ, ഞാൻ കവർന്നെടുത്തോട്ടെ. ഒന്നാം വട്ടം കണ്ടപ്പം ചെക്കന് ചിങ്കാരം, രണ്ടാം വട്ടം കണ്ടപ്പം പുഞ്ചിരി പുന്നാരം. ഒരു മാർഗഴി കുളിരായി നീലൊരുങ്ങി നിന്നാട്ടെ, മിണ്ടാ ചുണ്ടിലെ താരാട്ടായി നിന്നുങ്ങി നിന്നാട്ടെ, നിന്നുങ്ങി നിന്നാട്ടെ. కొన్నెరి కొన్నెరి కోనారి కట్టిన కిని నాచిరే, ఇల్లిన కిని నాచి కట్టోరే రే రే. കുന്നിമണി കൂടുകെട്ടി കന്നിവയിൽ പന്തലിട്ട് പുലരാറായോ പൊൻധനുമാസം. വൃശ്ചികരാവിൻ പച്ചിലക്കൂട്ടിൽ അന്തിയുറങ്ങാൻ വാ, മച്ചിനകത്തെ കൊച്ചരിക്കാവേ കിളിക്കിളി കൂട്ടാൻ വാ. നീ വരുമല ചന്ദന കുറിച്ചില്ലു നിലാവാ, ചില്ലു നിലാവാ. ഒന്നാം വട്ടം കണ്ടപ്പം ചെക്കന് ചിങ്കാരം, രണ്ടാം വട്ടം കണ്ടപ്പം പുഞ്ചിരി പുന്നാരം. ഒരു മാർഗഴി കുളിരായി മെയിലൊരുമി നിന്നാട്ടെ, മിണ്ടാ ചുണ്ടിലെ താരാട്ടായി മിനുങ്ങി നിന്നാട്ടെ, മിനുങ്ങി നിന്നാട്ടെ. താലി തന്നും മംഗളങ്ങൾ നേർന്നൊഴിഞ്ഞും മനസ്സിൻ കൂട്ടിൽ കുടിയിരുത്താലോ. കണ്ണിലുദിക്കും കുഞ്ഞു കിനാവിൻ കുമ്പിളിൽ എന്താണ്, വെള്ളി നിലാവിൽ മിന്നി മിനുങ്ങും മുന്തിരി ചിന്താണ്. ഒന്നാം വട്ടം കണ്ടപ്പം ചെക്കന് ചിങ്കാരം, രണ്ടാം വട്ടം കണ്ടപ്പം പുഞ്ചിരി പുന്നാരം. കുനു കുങ്കുമക്കുയിലായി കുണുകുണുങ്ങി വന്നാട്ടെ, കണ്ണാടിപ്പൂം ചിന്തൂരം കവർന്നെടുത്തോട്ടെ, കവർന്നെടുത്തോട്ടെ. എവിടേക്ക് പോണെന്നാ പറഞ്ഞേ? യൂണിവേഴ്സിറ്റി വരെ. രാത്രിയിലത്തെ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞേ വരും. അപ്പോഴേക്കും ലോൺ കിട്ടില്ലേ? വർമ്മ സാർ കുളിക്കുന്നോ? അതേന്ന് സത്യമാണ്. ചന്ദ്ര സംസാരിച്ചു. വേഗം വാ. എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ പാരമ്യത്തിൽ കണ്ണീര് വരും. ചിലപ്പോ ഹൃദയസ്തംഭനം വരെ ഉണ്ടാവാം. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അല്ല, നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു.
എന്തോരം നേർച്ചകളാണ് നടന്നത്. മതി, അച്ഛനത് മതി. കുറുപ്പേ, എന്തോ ഇന്ന് തന്നെ ചന്ദ്രയുടെ ആൽഫയുടെ പേരിൽ എല്ലാ ക്ഷേത്രങ്ങളും വഴിപാട് നടത്തണം. ഇപ്പൊ കാലുകൾക്ക് മാത്രമേ തളർച്ചയുള്ളൂ. അതർവൈസ് ഷീസ് ഫൈൻ. ഇത് നോക്കിയേ, ആരാന്ന്? ആരാ? ആൽഫി. ഇനി നമുക്കെല്ലാവർക്കും പുറത്തേക്കൊന്ന് ഇറങ്ങിക്കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആൽഫിക്കും ചന്ദ്രയ്ക്കും മാത്രമായിട്ട്. ഓഫ് കോഴ്സ്. പാടോ. എന്നാലോചിച്ച് തളർന്നപ്പോൾ ആത്മഹത്യ എന്നൊരു വഴി മാത്രമാണ് ഞാൻ മുന്നിൽ കണ്ടത്. അത് അപകടമായിരുന്നില്ല, സ്വയം നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ക്ഷമിക്കണം എന്ന് പറയാൻ മാത്രമേ എനിക്കാവൂ. എഴുന്നേക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ കാല് കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കാമായിരുന്നു. കച്ചവടം ഒന്ന് ശരിയായാല് കിട്ടുന്ന ലാഭം അപ്പപ്പോ കൊടുത്ത് ചന്ദ്രയുടെ കടം തീർക്കാം. പണം കൊണ്ടുള്ള കടം. പക്ഷെ കടപ്പാട് എങ്ങനെയാ തീർക്കുന്നത്? ഇനി താമസിപ്പിക്കാതെ വർമ്മ സാറിനെ കണ്ടുള്ള വാസ്തവം തുറന്നു പറയണം. അതിനു മുമ്പ് നമുക്കൊരു വലിയ കാര്യം ചെയ്യാനില്ലേ? നമുക്ക് ചന്ദ്രയെ നടത്തിക്കണ്ടേ? വേണം. എന്റെ കൂടെ നിൽക്കൂ. തളർന്നു പോയി എന്ന തോന്നൽ ആദ്യം ചന്ദ്രയുടെ മനസ്സിൽ നിന്ന് മായ്ക്കണം. പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്തെല്ലാം കൊണ്ടുപോകണം. കാണാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. ഡൺ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. നിന്റെ തിരുനടയിൽ നറുനെയ്ത്തിരി കതിരാ, ആരുമറിയാതെ എന്നും വീണരിഞ്ഞിടാ. നിന്റെ തിരുനടയിൽ നറുനെയ്ത്തിരി കതിരാ, ആരുമറിയാതെ എന്നും വീണരിഞ്ഞിടാ. സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ, സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ, എന്നു നീ ശ്രീലകം ധന്യമായിടൂ. ശ്യാമയാമിനിയിൽ നീ സാമചന്ദ്രികയാ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. Papa
Try. Try it. ശ്രമിച്ചാൽ സാധിക്കും. Try it. Try again. നിന്റെ കാലടിയിൽ ജപതുളസി മലർ പോലെ സ്നേഹമന്ത്രവുമായി ഞാൻ പൂത്തു നിന്നിടാം. നിന്റെ മൂക തപസ്സിൽ നിന്നും നീ ഉണർന്നാലേ, നിന്റെ മൂക തപസ്സിൽ നിന്നും നീ ഉണർന്നാലേ മോക്ഷവും മുക്തിയും കൈവരുന്നുള്ളൂ. രാഗതമ്പുരുവിൽ നീ ഭാവപഞ്ചമമാ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. ഓ ലലലലാല, താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ